കുമളി സഹിജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായി ചട്ടവിരുദ്ധമായി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തിയതായി പരാതി. സംഭവത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിൽ KSU പ്രവർത്തകരുടെ അക്രമത്തിൽ SFI പ്രവർത്തകന് പരിക്കേറ്റു. കുമളി സഹിജ്യോതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായി ചട്ടവിരുദ്ധമായി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തിയതായി പരാതി. SFIയുടെ നേതൃത്വത്തിൽ കോളേജ് യൂണിയൻ പിടിച്ചെടുക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് മാനേജ്മെന്റ് KSUമായി ഒത്തുകളിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതെന്നാണ് SFIയുടെ പരാതി. MG സർവകലാശാലയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പായി മുന്നറിയിപ്പില്ലാതെ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തിയെന്നാണ് SFIയുടെ വാദം. തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 13-ൽ 8 സീറ്റും SFI നേടിയെങ്കിലും മാനേജ്മെന്റും KSUവും ചേർന്ന് SFI പാനൽ വിജയിച്ച ഏതാനും വിദ്യാർത്ഥികളെ സമ്മർദ്ദവും ഭീഷണിയും മുഴക്കിയും കോളേജിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നുവെന്നും KSUവിന് അനുകൂലമായി വോട്ട് ചെയ്തില്ലെങ്കിൽ SFIയുടെ വിജയം അട്ടിമറിച്ചുവെന്നാണ് SFI ഭാരവാഹികൾ പറയുന്നത്. സംഭവത്തെ തുടർന്നുള്ള പ്രതിഷേധത്തിൽ SFI പ്രവർത്തകനായ അലക്സ് K. സാബുവിനാണ് തെരഞ്ഞെടുക്കപ്പെട്ട ചെയർമാൻ അഭിജിത്ത്, ഫിഗോ തുടങ്ങിയ KSU നേതാക്കളടക്കം 12 പേർ ചേർന്ന് മർദ്ദിച്ചത്. ഇന്നലെ 7-ാം തീയതി ഞങ്ങളുടെ ക്യാമ്പസിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോളേജുകാർ തന്നെ സ്വന്തമായിട്ട് കുറേ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ച് ഇലക്ഷൻ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്തു. അതിനുശേഷം ഇലക്ഷനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഇലക്ഷൻ നടത്താനുള്ള കാര്യങ്ങൾ നമ്മൾ സഹകരിച്ചുകൊണ്ട് നിന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ സംഘടനയിൽപ്പെട്ടവരും എല്ലാ ക്ലാസ്സിൽപ്പെട്ടവരും ക്ലാസ്സുകളിൽ കയറി ക്ലാസ് ക്യാമ്പയിനുകൾ എടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഞങ്ങളും ക്ലാസ് ക്യാമ്പയിനിലേക്ക് പോയി. ക്ലാസ് ക്യാമ്പയിന് ശേഷം വേറൊരു സുഹൃത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വന്ന എന്നെ മുന്നിലേക്ക് വന്ന ഒരു 6 പേര്, KSUവിൻ്റെ നേതാക്കന്മാരായ ഒരു 6 പേര്, അതിൽ ഫിഗോ, അഭിജിത്ത്, ആഷിഖ് എന്ന് പറയുന്ന 3 പേരും പിന്നെ കണ്ടാലറിയാവുന്നവരുടെ കൂടെ പഠിക്കുന്ന ഒരു 4-5 സഹപാഠികൾ KSUകാരും കൂടെ ചേർന്ന് ക്ലാസ്സിൽ കയറി ക്യാമ്പയിൻ എടുക്കുമോ എന്ന പേരിൽ മാനേജർ അച്ഛൻ്റെയും മറ്റ് അധ്യാപകരുടെയും പ്രിൻസിപ്പളിൻ്റെയും മുന്നിൽ വെച്ച് മർദ്ദിക്കുകയുണ്ടായി. അതിനുശേഷം കോളേജിൽ കൗൺസിൽ ഇലക്ഷൻ നടന്നു. ഇലക്ഷൻ കഴിഞ്ഞ് ഇലക്ഷൻ യൂണിയൻ പിടിച്ചുകൊണ്ട് KSU പുറത്തേക്ക് വരികയും ആ വന്ന വരവിൽ തന്നെ വീണ്ടും ഈ പറഞ്ഞ മാനേജറിൻ്റെയും പ്രിൻസിപ്പളിൻ്റെയും മറ്റ് അധ്യാപകരുടെയും മുന്നിൽ വെച്ച് 2ാം ഘട്ടം എന്ന നിലയിൽ പിന്നെ തന്നെ വളരെ ക്രൂരമായ ഒരു 10-12ഓളം KSU പ്രവർത്തകർ ചേർന്ന് മർദ്ദിക്കുകയുണ്ടായി. മർദ്ദനത്തിൽ എനിക്ക് നല്ല രീതിക്ക് പരിക്കുണ്ടായിട്ടുണ്ട്. KSU പ്രവർത്തകരുടെ ആക്രമണത്തിൽ അലക്സിന് കൈക്കും കഴുത്തിനും പരിക്കേറ്റ അലക്സിനെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെജി വർഗീസ്, മാനേജർ തോമസ് പുതുപ്പറമ്പിൽ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് മർദ്ദനമേറ്റത് എന്ന് പരിക്കേറ്റ അലക്സ് K. സാബു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്.